ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കരിമണിമാലയും അതിനൊപ്പമുള്ള ഒരു കമ്മലും ചെയ്യാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് മാലയ്ക്ക് വേണ്ട മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഗോൾഡൻ ചെയിൻ എടുത്തിട്ടുണ്ട്. ഐ പിൻ, ബീഡ്സുകൾ തമ്മിൽ ലൂപ്പിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ ഐ പിൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് ടൂൾസ് ആണ്. കട്ടിംഗ് പ്ലെയർ, റൗണ്ട് നോസ് പ്ലെയർ. അപ്പോൾ മാല ഉണ്ടാക്കുന്നതിലേക്കായി നമ്മൾ ഈ ഐ പിൻ ഉപയോഗിച്ച് ക്രിസ്റ്റൽ ബീഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സെൻട്രൽ പോർഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു 5 ക്രിസ്റ്റൽസിനെ ഐ പിന്ന് വെച്ച് കണക്ട് ചെയ്തെടുക്കണം. ബാക്കി 4 ക്രിസ്റ്റൽ വീതമാണ് ഞാനിവിടെ കണക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പം ക്രിസ്റ്റൽ ബീഡ്സ് ഐ പിന്നിലോട്ട് കണക്ട് ചെയ്യേണ്ട വിധം ഇവിടെ കാണിക്കാം. ഇനി ഇതേപോലെ തുറന്നുള്ള ബീഡ്സുകളും കണക്ട് ചെയ്ത് എടുക്കുക. മൊത്തം 5 സെക്ഷനായിട്ടാണ് നമ്മൾ ബീഡ്സിനെ ഇവിടെ കോർത്തെടുക്കുന്നത്. സെൻട്രൽ പോർഷനിലേക്ക് ഒരു 5 ബീഡ്സ് വരത്തക്ക വിധമാണ് ഞാൻ കണക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതെല്ലാം 4 ബീഡ്സ് വരത്തക്ക രീതിയിൽ മൊത്തം 4 സെക്ഷനായിട്ട് ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം 4 വീതം വെച്ച് ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് വെച്ചിരിക്കുന്ന സെൻട്രൽ പോർഷനിലേക്ക് നമുക്ക് കൊടുക്കേണ്ട 5 ബീഡ്സ് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ചെയിൻ മുറിച്ചെടുക്കണം. ഞാൻ പീസാക്കി ചെയിൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ലെങ്തിലാണ് ഞാൻ ഓരോ ചെയിൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ബാക്കി വന്ന ഈ ചെയിൻ ഇത് ഞാൻ മാലയുടെ ബാക്കിലോട്ട് കണക്ട് ചെയ്യാനായി മാറ്റി വെച്ചിരിക്കുന്നതാണ്. കാരണം നമുക്ക് തലവഴി ഇടത്തക്ക രീതിയിലാണ് ഈ മാല ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് നമുക്ക് ഫിഷിംഗ് ഹുക്കും ജംറിങ്ങും കണക്ട് ചെയ്ത് അല്ലാതെയും നമുക്ക് മാലയ്ക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഓരോ ചെയിനിൽ വീതം കണക്ട് ചെയ്ത് പോവുകയാണ്. ഇതുപോലെ എല്ലാം നമ്മൾ കണക്ട് ചെയ്ത് പോകണം. ഞാനിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിലോട്ട് ഞാൻ ചെയിൻ നീട്ടി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് നമുക്ക് തലവഴി ഇടത്തക്ക രീതിയിൽ ഈ മാല ഫിനിഷായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് മാച്ച് ആവുന്ന ഒരു ഇയറിങ്സും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 6 ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സും ഒരു മെറ്റൽ ബോൾസ് എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റഡ്സിനായിട്ടുള്ളതാണ്. പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു നൈലോൺ ത്രെഡാണ്. നമുക്ക് ഈ സ്റ്റഡ്സ് മേക്ക് ചെയ്യാനുള്ള നൈലോൺ ത്രെഡ്. പിന്നെ ഞാത്തായിട്ട് ഇടാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഇതുപോലെ ചെയിൻ മുറിക്കുക. പിന്നെ ഒരു 4 ക്രിസ്റ്റൽ ബീഡ്സും എടുത്തിട്ടുണ്ട്. ഇത് ഫ്യൂസ് വെയർ ആണ്. ആ ക്രിസ്റ്റൽ ബീഡ്സ് ചെയിനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ബാക്ക് സ്റ്റഡ് നമ്മുടെ സ്റ്റഡ്സിൻ്റെ ബാക്കിൽ കൊടുക്കാനുള്ളതാണ്, അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. പിന്നെയുള്ളത് ജംറിങ് എടുക്കുന്നുണ്ട് ഞാത്തിനായിട്ട്. ഇത് ബാക്ക് സ്റ്റോപ്പറാണ്. പിന്നെ വേണ്ടത് വാക്സ് ഷീറ്റ്, പിന്നെ B7000 ഗ്ലൂവും എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മേക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നൈലോൺ ത്രെഡിലോട്ട് നമ്മൾ ആദ്യം മെറ്റൽ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 4 ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നു. ഈ ഒരു വശത്ത് നൈലോൺ ത്രെഡ് നീളം കൂട്ടിയും മറുവശത്ത് നീളം കുറഞ്ഞുമായ രീതി വേണം പിടിക്കാൻ. നീളം കൂടിയ വശത്തുള്ള നൈലോൺ ത്രെഡ് ഉപയോഗിച്ച് നമുക്ക് ബീഡ്സിനുള്ളിൽ കൂടെ ഒരു 2 തവണ റൗണ്ട് ചെയ്ത് ചുറ്റിക്കെട്ടി വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നീളം കൂട്ടിയെടുക്കാൻ പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ഇട്ട ബ്ലാക്ക് ബീഡിൻ്റെ പുറകുവശത്ത് നിന്നും, അതായത് 4ാമതിട്ട ബ്ലാക്ക് ബീഡിൻ്റെ പുറകുവശത്ത് നിന്നും ഇതുപോലെ കോർത്ത് എടുക്കണം. ഇതുപോലെ ഒന്ന് വലിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ സെയിം ത്രെഡിലോട്ട് തന്നെ ബാക്കിയുള്ള 2 ബീഡ്സും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ആ ഫ്ലവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇട്ട ബ്ലാക്ക് ബീഡിനുള്ളിലൂടെ അത് കോർത്തെടുക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ഫ്ലവർ മോഡലിൽ ആ സ്റ്റഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 2 തവണ കൂടി ആ ത്രെഡിനെ നമ്മൾ ഓരോ ബീഡ്സിനുള്ളിലൂടെ ചുറ്റിയെടുക്കുകയാണ്. അങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫ്ലവർ നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കുന്നതാണ്.
ഇപ്പോൾ ആ ത്രെഡിനെ ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലവർ നന്നായിട്ട് ടൈറ്റായി ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 2 നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് കെട്ടിക്കൊടുക്കുന്നു. അതിനുശേഷം നമ്മളതിനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മളൊരു മെഴുകുതിരി ഉപയോഗിച്ച് അതിനെ ചെറുതായിട്ടൊന്ന് ഉരുക്കി ആ ത്രെഡിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ അതവിടെ ഫിക്സായി തന്നെ ഇരുന്നോളും. ഈ പോർഷനാണ് മെഴുകുതിരി ഉപയോഗിച്ചൊന്ന് ഉരുക്കി കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് അമർത്തിപ്പിടിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു സ്റ്റഡിനുള്ള ഫ്ലവർ ഇവിടെ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാൻഡ് ഇതിൻ്റെ ബാക്കിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ B7000 ഒരു ഗ്ലൂ ആണ് എടുക്കുന്നത്. ഇത് ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് അനുവദിക്കണം. ഞാൻ ഇതിൻ്റെ സൈഡ് വഴിയും കൂടെ ആ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. നന്നായി ഇത് സ്റ്റിക്ക് ആവണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ വാക്സ് ഷീറ്റ് ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഈ വാക്സ് ഷീറ്റിനെ ആ സ്റ്റഡിൻ്റെ ബാക്കിലോട്ട് ഒട്ടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ആ ഒട്ടിച്ചിരിക്കുന്ന ബാക്ക് സ്റ്റഡ് നന്നായിട്ട് ആ ഫ്ലവറിലോട്ട് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരല്പം പശ തേച്ച് കൊടുത്തേച്ച് ഈ വാക്സ് ഷീറ്റ് അവിടെ ഒട്ടിക്കുകയാണ്. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആ വാക്സ് ഷീറ്റിൻ്റെ നടുവിലൊരു ഹോൾ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഇറക്കി ഒട്ടിക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയാൽ മതി. ഇപ്പോൾ സ്റ്റഡിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഞാത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെയിൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട് 4 എണ്ണം. അതിനെ അറ്റാച്ച് ചെയ്യാൻ ഈ ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഫ്യൂസ് വയർ, പിന്നെ ജംപ് റിങ് എടുത്തിട്ടുണ്ട്. ആ ജംപ് റിങ്ങിൻ്റെ ഒരറ്റം ചെയിനിലേക്ക് കൊളുത്തിയിട്ടാണ് നമ്മളത് സ്റ്റഡിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം സ്റ്റഡായിട്ട് ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം, അതല്ല ഞാത്ത് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്തും ഇടാം. അപ്പം ഞാൻ ഈ ബീഡ് എങ്ങനെയാണ് ചെയിനിലേക്ക് കൊടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ആദ്യം ഫ്യൂസ് വയറിലോട്ട് ബീഡ്സിനെ ഇടുന്നു. അതിനുശേഷം ഈ ചെയിനിലേക്ക് ഇതുപോലെ കോർത്തെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഫ്യൂസ് വയറിൻ്റെ മറ്റേ അറ്റം കണ്ടില്ലേ, ഇതേപോലെ ഞാനൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ചുറ്റി എടുക്കുന്നു. ഇപ്പോൾ ആ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബീഡോടെ അറ്റാച്ചായി. ഇതുപോലെ എല്ലാ മുത്തുകളും ചെയ്തെടുക്കുന്നു. ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊങ്ങി നിൽക്കുന്ന ആ എഡ്ജ്, ആ വയറിൻ്റെ എഡ്ജൊക്കെ ഒന്ന് നന്നായിട്ട് പതിപ്പിച്ച് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ടൂൾ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അതിനെ പ്രസ് ചെയ്ത് വെക്കുകയാണ്. അടുത്ത ബീഡ്സ് നമ്മൾ കോർക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണക്ട് ചെയ്ത അതേ കണ്ണിയിൽ തന്നെയാണ് രണ്ടാമത്തെ ബീഡ്സും കോർത്തെടുക്കുന്നത്. എല്ലാ ബീഡ്സുകളും ആ സെയിം കണ്ണിയിൽ തന്നെ, ചെയിനിൻ്റെ കണ്ണിയിൽ തന്നെ
കോർത്തെടുത്താൽ മതിയാകും. ഇതേപോലെ ബാക്കി ബീഡ്സും കോർത്തെടുക്കുക. ഇപ്പോൾ ദാ ഞാൻ 2 ഞാത്ത് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലാണ് ഞാൻ ബീഡ്സിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. മറുവശത്ത് ഞാൻ ജംപറിംഗ് ആണ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ? ദാ ഇതുപോലെ. ചെയിനിൻ്റെ നീളം, അതായത് ഞാത്തിൻ്റെ നീളം താല്പര്യമനുസരിച്ച് നമുക്ക് എടുക്കുക. ഇനി ദാ ഈ ജംപറിംഗ് ദാ ഇതേപോലെ ബാക്ക് സ്റ്റഡിലോട്ട് ഇങ്ങനെ കോർത്ത് കണക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ഒരൊറ്റ ചെയിനായിട്ടാണ് ഇവിടെ ഞാത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതാ ഇവിടെ ഞാൻ ഒരു ചെയിനിൻ്റെ തന്നെ ഇരുവശത്തും ബീഡ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു വശം കയറിയും ഒരു ഭാഗം ഇറങ്ങിയും എന്നുള്ള രീതിയിൽ ചെയിനിനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മൾ ഒരു കണ്ണിയിലോട്ട് ജംപറിംഗ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ജംപറിങ്ങിനെ ലോക്ക് ചെയ്യുന്നു. ദാ അപ്പോൾ ദാ ഇതേപോലെ ഞാത്ത് കിട്ടുന്നു. ദാ 2 ഞാത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ സ്റ്റഡ്സിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ദാ അപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ ലുക്ക് ഇങ്ങനെ ഇരിക്കും. ആദ്യം കാണിച്ചത് സിംഗിൾ ചെയിൻ ചെയ്തതും ഇതിനെ നമ്മൾ ഡബിൾ ലെയർ ആക്കിയിട്ടുണ്ട്.